Hi all, good evening. Good evening all. Let us begin the topic wave optics. അപ്പോൾ റേ ഒപ്റ്റിക്സ് എല്ലാം പഠിച്ച് നല്ല ഉഷാറായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് മറ്റൊരു ഒപ്റ്റിക്സാണ് പഠിക്കാനുള്ളത്, വേവ് ഒപ്റ്റിക്സ്. ഈ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലൈറ്റിൻ്റെ ഫിനോമിനാസുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അതിൽ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ലൈറ്റിനെ ഒരു റേ ആയിട്ട് സങ്കല്പിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. അവിടെ അതിൻ്റെ പാത്തിൻ്റെ ചേഞ്ച് നോക്കിയിട്ട് നിങ്ങൾ ജോമെട്രിക്കലി ആ കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്തെടുത്തിട്ടാണ് റേ ഒപ്റ്റിക്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതേ ലൈറ്റിനെ നമ്മളൊരു വേവ് ആയിട്ട് സങ്കല്പിച്ചിട്ടാണ് കാര്യങ്ങൾ പറയാൻ പോണത്. അപ്പം വേവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ +1 ഫിസിക്സിനകത്തുള്ള വേവ് മോഷൻ എന്നൊരു ചാപ്റ്ററിനകത്ത് നമ്മൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. യൂഷ്വലി നമ്മളതിനെ മോഷൻ ഓഫ് ഡിസ്റ്റർബൻസ് എന്നോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഫോം ടു ക്യാരി എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് എന്നോ ഒക്കെ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം ലൈറ്റിനെ നമ്മൾ ഒരു വേവ് ആയിട്ട് സങ്കല്പിക്കുമ്പം ഒരു വേവിൻ്റേതായിട്ടുള്ള എല്ലാ കേസുകളും നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വേവിൻ്റെ എല്ലാ കേസുകളും നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടി വരും. കാരണം ഫിസിക്സിനകത്ത് നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് JEEക്കാണെങ്കിലും നീറ്റ് പരീക്ഷകൾക്കാണെങ്കിലും ഒക്കെ ഒരുപാട് വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മേജർ പോർഷനും നമ്മൾ റേ ഒപ്റ്റിക്സിൽ വേവ് ഒപ്റ്റിക്സിലായിട്ട് നമ്മൾ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊന്നും അല്ലാത്തൊരു ഒപ്റ്റിക്സ് ഉണ്ടായിരുന്നു, ക്വാണ്ടം ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചു. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിലൊക്കെ നിങ്ങൾക്കറിയാം ലൈറ്റും ഒരു മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിൽ പഠിച്ചിട്ടുണ്ട്, ആറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഒപ്റ്റിക്സിൻ്റെ ക്വാണ്ടം ബിഹേവിയർ ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 3 ഒപ്റ്റിക്സുകളാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. റേ ഒപ്റ്റിക്സ് ഉണ്ട്, വേവ് ഒപ്റ്റിക്സ് ഉണ്ട്, ക്വാണ്ടം ഒപ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓരോരോ കേസുകളിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ഓരോ ഒപ്റ്റിക്സിലും ഉള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഓരോരുത്തരും നമ്മൾ ഇപ്പോൾ റേ ഒപ്റ്റിക്സിനകത്ത് ലൈറ്റിനെ നമ്മളൊരു റേ ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ ജോമെട്രിയുടെ സഹായത്തോടു കൂടി നമ്മൾ പല കാര്യങ്ങളും പല ഫിനോമിനാസും ഓഫ് ലൈറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം സിമിലർ കൈൻഡ് നമ്മൾ ഇവിടേക്ക് എന്താണ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ലൈറ്റിനെ നമ്മളൊരു വേവ് ആയിട്ട് സങ്കല്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ വേവിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം ഈ ടോപ്പിക്കിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ഒരു ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഈ ഹൈഗൻസ് പ്രിൻസിപ്പിളിലെ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് വേവ് ഫ്രണ്ടുകൾ എന്ന് പറയുന്നൊരു പുതിയ ടേം ഉപയോഗിച്ചിട്ടാണ്. അപ്പം എന്താണ് വേവ് ഫ്രണ്ടുകൾ, എന്താണ് വേവ്ലെറ്റുകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോണത്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞതെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കലാണ് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ നടത്താനും പോണത്. അപ്പം നമ്മുടെ ഒട്ടുമിക്ക ചോദ്യങ്ങളും ഈ പറയുന്ന പ്രിൻസിപ്പിളിൻ്റെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് തന്നെയായിരിക്കും. അതിൻ്റെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. അപ്പം ഹൈഗൻസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എച്ച് പോയിന്റ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഈസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു, ഒരു ബൾബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് സോഴ്സിൽ നിന്നും ടി ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈ കാണിച്ചിരിക്കുന്ന ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് സം ഡിസ്റ്റൻസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആ ടി ഇൻ്റർവെൽ ഓഫ് ഡ്യൂറേഷനിൽ ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിസ്റ്റൻസുകളുടെ പോയിന്റുകളുടെ എല്ലാം ലോക്കസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സോ ഇഫ് സപ്പോസ് ടി ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു ഡ്യൂറേഷനകത്ത് ഇഫ് ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ലൈറ്റ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന സെയിം ഡ്യൂറേഷനിൽ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ആ ഡിസ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ എല്ലാം കൂടെ നമ്മൾ ലോക്കസ് എടുത്തു കഴിഞ്ഞാൽ ആ ലോക്കസിനെയാണ് നമ്മളത് വിളിക്കുന്നത് വേവ് ഫ്രണ്ടുകൾ എന്ന് വിളിക്കുന്നത്.
അപ്പം ഹൈഗൻസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സോഴ്സിൽ നിന്നും ഡിസ്റ്റർബൻസുകൾ വേവ് ഫ്രണ്ടുകളായിട്ടാണ് സഞ്ചരിക്കുന്നതെന്നാണ്. അപ്പോൾ വേവ് ഫ്രണ്ടുകൾ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഇസ് ലോക്കസ് ഓഫ് ദി പോയിന്റ്സ് വിച്ച് ആർ ഇൻ സെയിം ഫേസ്. ഇപ്പം നമ്മളൊരു സ്റ്റിൽ വാട്ടറിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റോൺ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോൺ നമുക്കറിയാം ആ വാട്ടർ സർഫസിനകത്ത് ഇങ്ങനെയൊരു വേവ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വേവ് ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സ്റ്റോൺ നമ്മൾ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന പോയിന്റിലോട്ട് എത്തിയ എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം നമ്മൾ വശങ്ങളിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ കാണുന്ന പാർട്ടിക്കിൾസ് ഈ ഒരു ഡയറക്ഷനിൽ ഓസിലേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഒരു വേവ് ഇങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഇസ് ടു ക്യാരി ദ എനർജി ഫ്രം ദ പോയിന്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വ്യൂ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യൂ നമ്മൾ മേലെ ഭാഗത്ത് കൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഈ കാണുന്നത് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഫൈൻഡ് ദാറ്റ് ദീസ് ആർ ദിസ് കൈൻഡ് ഓഫ് ഷേപ്പ് യു വിൽ ഫൈൻഡ്. അതുകൊണ്ട് വേവ് ഫ്രണ്ടുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈഗൻസിൻ്റെ കൺസെപ്റ്റിൽ ഇതാണ്. ഒരു സർട്ടൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിനകത്ത് നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ പോയിന്റുകളുടെ എല്ലാം ലോക്കസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേവ് ഫ്രണ്ട് എന്ന് വിളിക്കും. അപ്പം എവറി പോയിന്റ് ഓൺ ദി വേവ് ഫ്രണ്ട് ഈസ് എ സോഴ്സ് ഓഫ് ന്യൂ ഡിസ്റ്റർബൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. അങ്ങനെ വരുമ്പം ഈ കാണിച്ചിരിക്കുന്ന വേവ് ഫ്രണ്ടുകളിലെ ഓരോ പോയിന്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പം ആ സോഴ്സ് നിന്നുണ്ടാകുന്ന വേവുകൾ ഇതേപോലെ വാട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പ്രൈമറി ദ സെയിം ഡിസ്റ്റൻസ് ദേ വിൽ ട്രാവൽ. സോ ലെറ്റ് us draw another wave front by considering this as the one of the source ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെയിം ഡിസ്റ്റൻസിൽ നമ്മളൊരു വേവ് ഫ്രണ്ട് വരച്ചു. അങ്ങനെ എവറി പോയിന്റ് ഓൺ ദി വേവ് ഫ്രണ്ട് വിൽ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഫ്രഷ് ഡിസ്റ്റർബൻസ് ആയിട്ട് നമ്മൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ ഈ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന വേവ് ഫ്രണ്ടുകൾക്ക് നമ്മൾ വരയ്ക്കുന്ന ഈ കാണുന്ന എൻവലപ്പാണ് ഈ നമ്മുടെ പ്രൈമറി വേവ് ഫ്രണ്ടിന്റെ പുതിയ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ ഒരു വേവ് മോഷൻ ഇവിടെ നമ്മൾ വേവ് ഫ്രണ്ടുകളുടെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് പറയുന്നു. അതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം all the points on the wave front are going to become a secondary source എന്നുള്ളതും അതുപോലെ തന്നെ all wave fronts will forward ഡയറക്ഷനിലായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. all the secondary wave sources emit wavelets എന്നുള്ളതും the tangent to all the wavelets is a new position of wave form എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഹൈഗൻസ് പറഞ്ഞിരിക്കുന്നു ഈ കാണുന്ന പോലെ വേവുകളായിട്ടാണ് എന്ത് ചെയ്തത്, ഈ കാണിച്ച് വേവുകളുടെ കൺസെപ്റ്റിനകത്ത് ഇങ്ങനെ വേവ് ഫ്രണ്ടുകളായിട്ടാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഈസ് എ സോഴ്സ് ഓഫ് ദി സെക്കൻഡറി വേവ്ലെറ്റ് വിച്ച് ഇസ് സ്പ്രെഡ് ഇൻ ഓൾ ഡയറക്ഷൻ വിത്ത് ദ സ്പീഡ് ഓഫ് വേവ്. സോ നമ്മളൊരു പോയിന്റ് സോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ എമിറ്റ് വേവ് ഫ്രണ്ട് ആൻഡ് നേച്ചർ ഓഫ് ദ വേവ് ഫ്രണ്ട് വിൽ ബി സ്ഫെറിക്കൽ വൺ. അപ്പോൾ അത് നമുക്ക് വേവ് ഫ്രണ്ടിന്റെ ഷേപ്പിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണമാണ്. അത് വഴിയെ നമുക്ക് നോക്കാം. ഇപ്പം തൽക്കാലം നമ്മൾ എന്താണ് ഈ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേവ് ആയിട്ട് സങ്കല്പിക്കുമ്പം ആ വേവ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ഒരു വഴിയാണ്. അതായത് ആ വേവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ വേവ് ഫ്രണ്ടുകളായിട്ട് എന്ത് ചെയ്യുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവറി പോയിന്റ് ഓൺ ദി പ്രൈമറി വേവ് ഫ്രണ്ട് വിൽ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി എന്നാണ്. ആൻഡ് ദ സ്പീഡ് ഓഫ് ദ സെക്കൻഡറി ഈസ് ഓൾസോ ഈക്വൽ ടു ദ പ്രൈമറി ആയിട്ട് നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന സോളിഡ് ലൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒറിജിനൽ വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റുകളും ഓരോ സോഴ്സുകളായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെയിം ഡിസ്റ്റൻസ്, സെയിം ഡ്യൂറേഷനിൽ സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അതിനെ നമ്മൾ ലോക്കസ് ആക്കി എടുത്തു കഴിഞ്ഞു. ആ കാണിച്ചിരിക്കുന്ന സെക്കൻഡറി വേവ്ലെറ്റുകൾക്ക് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ന്യൂ വേവ് ഫ്രണ്ട് നമുക്ക് കിട്ടുവാണ്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹൈഗൻസിന്റെ ഈ ഒരു കൺസെപ്റ്റ് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അതിനാണ് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പഠിക്കുന്നത് തന്നെ. അതുകൊണ്ട് വേവ് ഫ്രണ്ടുകൾ എന്താ എന്നുള്ളതിന്റെ ഉത്തരം ഇതാണ്. ലോക്കസ് ഓഫ് ഓൾ ദോസ് പാർട്ടിക്കിൾസ് ആർ വൈബ്രേറ്റിംഗ് ഇൻ ദി സെയിം ഫേസ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഈസ് കോൾഡ് വേവ് ഫ്രണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പം ദ വേവ് ഫ്രണ്ട് ഈസ് എ സർഫസ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾസ് അറ്റ് എനി ഇൻസ്റ്റന്റ് അറ്റ് എവരി പോയിന്റ് ഓൺ ഇറ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇനിയിപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട് ആണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇപ്പം ഒരു വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എന്താണ് സോഴ്സ് ആണ്. ഇപ്പം നമുക്ക് ഷേപ്പ് ഓഫ് ലൈറ്റ് സോഴ്സ് ഇപ്പോൾ ഒരു പോയിന്റ് സോഴ്സ് ആണെന്ന് കരുതുക. പോയിന്റ് സോഴ്സ് ആയിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ആ പോയിന്റ് സോഴ്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർട്ടൺ ഇൻ്റർവെൽ ഓഫ് ടൈമിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ മെഷർ ചെയ്ത് അതിൻ്റെ ലോക്കസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3D ആണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. അപ്പം നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്ന, നമ്മളിവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന ഫിഗറിനകത്ത് നമ്മളൊരു 3D ആണ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ആ കാണുന്ന ലോക്കസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ഫിയർ എന്നാണ്. അതുകൊണ്ട് ഒരു പോയിന്റ് സോഴ്സ് ആണ് നമ്മളുടെ സോഴ്സ് എങ്കിൽ അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വേവ് ഫ്രണ്ടുകൾ എന്താണ്, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടുകളായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ലീനിയർ ട്യൂബ് ലൈറ്റ് എന്ന് പറയുന്ന പോലെ, സ്ലിറ്റ് എന്ന് പറയുന്ന പോലത്തെ ഉണ്ടാവുന്ന എന്താണ് സോഴ്സുകളെല്ലാം നമുക്ക് തരുന്നത് സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ പ്ലെയിൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഇമാജിനേഷൻ എടുക്കാം. സൺലൈറ്റ് എർത്തിലേക്ക് എത്തുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സൺ ഈസ് വെരി ഫാർ അവേ ഫ്രം അസ്. സോ സൺ ഒരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ സണ്ണിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടിൻ്റെ തന്നെ ഫീച്ചേഴ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു ഇമാജിനേഷൻ ഇങ്ങനെ എടുക്കാം. ഇപ്പം നമ്മൾ ഒരു ബലൂണിൻ്റെ മേലെ ഒരു ഉറുമ്പ് ഇരിക്കുന്നുള്ളത് നമുക്ക് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഉറുമ്പിനെ സംബന്ധിച്ച് അയാൾ ഇരിക്കുന്ന ഒരു പ്ലെയിനിലാണ് അല്ലേ. അപ്പം സോഴ്സിൽ നിന്നും നമുക്ക് ആ ബലൂൺ എന്താണ് എയർ ഫിൽഡ് ബലൂൺ ആയിരിക്കുമ്പോൾ അത് സ്ഫിയർ ആണെങ്കിലും ആ നമ്മൾ ആൻഡിനെ സംബന്ധിച്ച്, ഉറുമ്പിനെ സംബന്ധിച്ച് അയാൾ ഇരിക്കുന്ന ഒരു പ്ലെയിനിലാണെന്നുള്ള. അതുകൊണ്ട് സോഴ്സും ഈ കാണിച്ചിരിക്കുന്ന ഒബ്സർവറും തമ്മിൽ ഒരു ലാർജ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പം ആ കാണുന്ന ആളെ സംബന്ധിച്ച് ആ വേവ് ഫ്രണ്ട് ഒരു പ്ലെയിൻ പോലെയാണ് തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പം ഒരു പോയിന്റ് സോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലാർജ് ഡിസ്റ്റൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വേവ് ഫ്രണ്ടുകളുടെ കേസിൽ വേരിയേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം ആ കാണിച്ചിരിക്കുന്നത് ഇതാണ്, ആംപ്ലിറ്റ്യൂഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ് ഡിസ്റ്റൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദി എന്താണ് ആ റേഡിയസ് വെക്ടർ ആണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് കാര്യത്തിൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി 1 ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ റൂട്ട് ഡി ആണ്, അല്ലെങ്കിൽ റൂട്ട് ആർ ആണ്. ഡി സ്റ്റാൻഡ്സ് ഫോർ ദി എന്താണ് ഡിസ്റ്റൻസ് തന്നെയാണ്. അതുപോലത്തെ ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു 1/r ആണ്. പ്ലെയിൻ വേവ് ഫ്രണ്ടുകളായിരിക്കുമ്പം ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്, ഇൻറ്റൻസിറ്റി ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ് നമ്മൾ കണക്കാക്കാൻ പറ്റും. അപ്പം ഒരു വേവ് എന്ന് പറയുമ്പം അതൊരു വേവ് ഫ്രണ്ടുകളായിട്ട് എന്ത് ചെയ്യുന്നു, സഞ്ചരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഒരു വേവ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, വേവായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മളെപ്പോഴും വരയ്ക്കുന്നൊരു രീതിയാണ് ഇങ്ങനെയൊരു എന്താണ് സ്ട്രക്ചർ കൊടുക്കും. അതായത് ഒരു ക്രസ്റ്റും അതുപോലെ തന്നെ ഒരു ട്രഫും ചേരുന്ന പോലെയുള്ള ഇങ്ങനത്തെ ഒരു എന്താണ് കൺസെപ്റ്റാണ് വേവ് മോഷന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ കാണുന്ന ഡിസ്റ്റർബൻസിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഈ കാണിച്ചിരിക്കുന്ന ഹൈറ്റാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡായി കണക്കാക്കുക. അതുപോലെ തന്നെ y is equal to a sin ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിങ്ങൾ വേവ്സിനെ ഒരു വേവ് ഇക്വേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ y എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷനാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് മാക്സിമം ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കുക. ഈ ഒമേഗ ടി എന്ന് പറഞ്ഞിരിക്കുന്ന ടേമിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2π/t ഇൻറ്റു ടി എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫേസ് വാല്യൂ ആണ് ഇത് കാണിക്കുന്നത്. അതുപോലെ കെ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് നമുക്ക് റീറൈറ്റ് ചെയ്യാം, 2π/λ ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം. ഇതും ഒരു ഫേസ് ആണ്. അതുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന ഫേസ് ടൈം ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലും ഈ കാണുന്ന ഫേസ് പൊസിഷൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ പറയും. ഇപ്പം വേവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് പ്രൊപ്പോഗേഷൻ, ഓക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കാണിച്ചിരിക്കുന്ന കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോഗേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ +1 വേവ് മോഷൻ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ലൈറ്റിനെ ഒരു വേവ് ആയിട്ട് സങ്കല്പിച്ചത് കൊണ്ട് തന്നെ ഇത്തരത്തിലുണ്ടാവുന്ന പ്രോപ്പർട്ടീസ് എല്ലാം നമുക്കിവിടെ ആവശ്യമുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ കെ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ടേമിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫേസ് ആണ് ഈ കെ എക്സ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒമേഗ ടിയും കാണിക്കുന്നത് ഫേസ് തന്നെയാണ്. അതുകൊണ്ട് ടൈം ഡിഫറൻസും അതുപോലെ തന്നെ പാത്ത് ഡിഫറൻസും എന്ന് പറയുന്ന 2 ടേം നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് ലേറ്റർ. സോ ലെറ്റ്സ് സീ what are the characteristics of the wave front.
അതിൽ ഒന്നാമത്തെ കാര്യം ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വേരിയസ് പാർട്ടിക്കിൾസ് ഓൺ ദി വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആയിരിക്കും. കാരണം ഇവരെല്ലാവരും സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? 0 ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ വേവ് ഫ്രണ്ട് ട്രാവൽ വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ എൻ ഐസോട്രോപിക് മീഡിയം. ഈ മീഡിയം മാറുന്ന സമയത്ത് നമുക്കറിയാം യൂഷ്വലായിട്ട് ഒരു സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റർബൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് മീഡിയം മാറുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പീഡിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ സ്പീഡ് ചേഞ്ച് വന്നാലും ശരി, ഒരു സോഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഡിഫൈൻഡ് ഫ്രീക്വൻസിയാണ്, അത് മീഡിയത്തിനനുസരിച്ച് മാറത്തില്ല. അപ്പം വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചുകളെല്ലാം നമുക്ക് അവിടുത്തെ വേവ് ലെങ്ത്തിൽ വരുന്ന ചേഞ്ചുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നമ്മുടെ മോസ്റ്റ് ഓഫ് ദി ഡെറിവേഷനിലും നമ്മൾ കാര്യങ്ങൾ വേവ് ലെങ്ത്തിൻ്റെ ടേംസിലായിരിക്കും പറയുക. അതുകൊണ്ട് മീഡിയം മാറിയാലും എന്ത് മാറത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക, ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേം മാറത്തില്ല. കാരണം ഒരു പർട്ടിക്കുലർ സോഴ്സിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസി നമ്മൾ തീരുമാനിക്കുന്ന സോഴ്സാണ്. ഇടയ്ക്ക് വെച്ചിട്ടുള്ള മീഡിയത്തിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഒന്നും ആ ഫ്രീക്വൻസിയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് സോഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എ പോയിന്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ഓൾവേസ് ഗീവ് റൈസ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് എന്നുള്ളതാണ് ഇൻ എൻ ഐസോട്രോപിക് മീഡിയം. ഓക്കെ, in an anisotropic medium it travels different velocities in different direction ആണ്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ഡിഫറെൻറ്റ് വെലോസിറ്റി ആൻഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആണ് മറ്റേതൊരു ഡിഫറെൻറ്റ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം എർത്ത് എന്ന് പറയുന്ന ഒരു സർക്കംസ്റ്റാൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് നീങ്ങുമ്പോൾ വരുന്ന ഡെൻസിറ്റി വേരിയേഷൻ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഒരു വേവ് ലോവർ അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാവൽ ചെയ്യുമ്പം ഒരു കാരണവശാലും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് പുറപ്പെട്ടതുപോലത്തെ ഒരു ഡയറക്ഷൻ ആയിരിക്കത്തില്ല, മറ്റൊരു ഡയറക്ഷനിലേക്ക് ഇവിടെ എത്തിക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് വെലോസിറ്റിയിൽ ആ ഒരു ചേഞ്ച്, വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ച് ആയിട്ട് റേ ഓപ്റ്റിക്സിൽ അവതരിപ്പിച്ചതുപോലെ നമ്മൾ അതിൻ്റെ വേവിൻ്റെ കൺസെപ്റ്റ് ആക്കി മാറ്റണം എന്നുള്ളത് മാത്രമേ ഇവിടെ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അത്ര കാര്യം അത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. വാട്ട് ടു ലേൺ ഫ്രം ദിസ് പാർട്ട് വെൻ യു കൺസിഡർ ലൈറ്റ് ആസ് എ വേവ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നോർമൽ ടു ദ വേവ് ഫ്രണ്ട് റെപ്രസെന്റ് ദ റേ ഓഫ് ലൈറ്റ്. ഇപ്പോൾ വേവ് ഫ്രണ്ടുകൾക്ക് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലറുകളെയാണ് നമ്മളത് വിളിക്കുന്നത് റേ ഓഫ് ലൈറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അതുപോലെ ഇറ്റ് ഓൾവേസ് ട്രാവൽ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ഇൻ എ മീഡിയം. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഹൈഗൻസ് പ്രിൻസിപ്പിളിൽ ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന വേവുകളായിട്ടാണ്, അത് വേവ് ഫ്രണ്ടുകൾ എന്ന രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഓളം എന്ന് പറയുന്ന പോലത്തെ ഒരു ടേമാണ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു സ്റ്റിൽ വാട്ടറിലോട്ട് കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഓളങ്ങൾ നമ്മൾ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതിൽ വേവ് ലെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. ആ എനർജി എന്ത് ചെയ്യണം? ക്യാരി ചെയ്യുകയാണ് സൈഡ്സിലോട്ട്. ഇനി നിങ്ങൾ റേ ഒപ്റ്റിക്സിൽ നിന്നും കേട്ടൊരു വാക്കാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു റേ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു എനർജി ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന വേരിയേഷൻസ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചൊരു കൺസെപ്റ്റാണ്. അപ്പം ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് യൂഷ്വലി നമ്മൾ ഈ സ്പീഡുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇപ്പം വാക്യത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു മീഡിയത്തിലെ സ്പീഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ റേഷ്യോ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂവിന് നമ്മൾ C/V എന്ന് കൊടുക്കുക. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്യൂം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാറ്ററിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ് എന്ന് പറയുമ്പം നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മീഡിയത്തിലുള്ള സ്പീഡിൻ്റെ 1.5 മടങ്ങാണ് ആ ലൈറ്റിൻ്റെ വാക്യത്തിലെ സ്പീഡ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്ന സമയത്തെല്ലാം അത് റേ ഒപ്റ്റിക്സിൽ നിങ്ങൾ ഒരുപാട് ഉപയോഗിച്ച് കാണും. നമുക്കും ചില കേസുകളിൽ ഇവിടേക്ക് ആവശ്യം വരും. അതുകൊണ്ട് നമ്മളത് ഇവിടെ ശ്രദ്ധിച്ചു വെക്കണം. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്ന് പറയുമ്പം ആ മീഡിയത്തിലെ സ്പീഡിൻ്റെ 1.5 മടങ്ങുണ്ട് അതേ ലൈറ്റിന് എവിടുത്തെ സ്പീഡ് എന്ന് ചോദിച്ചാൽ വാക്യത്തിലെ സ്പീഡ് എന്നുള്ളതാണ്. ഇനി നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മീഡിയത്തിൽ ഒരു S ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ഒരു ലൈറ്റിനെ സംബന്ധിച്ച് T സെക്കൻഡ് കൊണ്ട് ആ മീഡിയത്തിൽ ഇത് S/V എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ കാണിച്ചിരിക്കുന്ന S/V എന്ന് T = ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. ഈ വെലോസിറ്റിയെ ഞാൻ ഇങ്ങനെ എഴുതി വയ്ക്കും, C/N എന്ന് എഴുതിക്കും. സോ വി ഗെറ്റ്സ് NS/C എന്ന് കിട്ടും. ദിസ് ഈസ് യുവർ ഡ്യൂറേഷൻ.
സെയിം ഡ്യൂറേഷൻ നമ്മൾ ഈ കാണുന്ന പോലെ സെയിം ഇൻ്റർവെൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ വേക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് എസ് ഡാഷ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സി ഇൻറ്റു എൻ എസ് ബൈ സി ദാറ്റ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എസ് എന്ന് വിളിക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒപ്റ്റിക്കൽ പാത്ത് കറസ്പോണ്ടിങ് ടു ദ ആക്ച്വൽ പാത്ത് എന്ന് വിളിക്കുന്നത്. അപ്പം മീഡിയത്തിൻ്റെ കേസ്, മീഡിയം മാറുന്ന കേസുകളിലെല്ലാം നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് എടുക്കണമെങ്കിൽ എൻ ഇൻറ്റു എസ് എന്നുള്ള കൺസെപ്റ്റാണ് വെക്കുന്നത്. അപ്പം ആക്ച്വൽ പാത്ത് എസ് ആണെങ്കിൽ മീഡിയത്തിൻ്റെ കൺസെപ്റ്റ് വരുമ്പോൾ എൻ ഇൻറ്റു എസ് എന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ എന്ന് പറഞ്ഞിരിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ആണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ആവശ്യമുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അത് ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലൈറ്റിനെ നമ്മളൊരു വേവ് ആയിട്ട് സങ്കല്പിക്കുമ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു പാർട്ടിക്കിൾ എങ്കിൽ ഒരു വേവ് ഈ പാർട്ടിക്കിളിനെ അപ്രോച്ച് ചെയ്യുന്നു, ഓക്കെ, ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഈ പാർട്ടിക്കിളിനെ ഈ വേവ് ഈ കാണുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കുകയാണ്. അതേസമയം മറ്റൊരു വേവ് ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നു, അത് വന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു, പിടിച്ച് താഴ്ത്താനും ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇപ്പം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒരു വേവ് ഇതിനെ ഉയർത്താനും മറ്റൊരു ആ പാർട്ടിക്കിളിനെ താഴ്ത്താനും ശ്രമിക്കുമ്പം സ്വാഭാവികമായിട്ടും ഈ കാണുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പാർട്ടിക്കിൾ സംബന്ധിച്ച് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, y net is equal to y1 പ്ലസ് എത്രയാണ്, y2 ആയിരിക്കും. അതായത് വെക്ടർ സം ആയിരിക്കും നമ്മുടെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പം വെക്ടർ സം എന്ന് വിളിച്ചിരിക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വൈബ്രേഷൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വെക്ടർ സം ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കും. അപ്പോൾ എന്താണ് ഈ വെക്ടർ സം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് ഒരു വേവ് ആണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്തെടുക്കേണ്ടി വരും. ആ പ്രൂവ് ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വേവുകൾ നമ്മൾ സൂപ്പർപോസ് ചെയ്യുന്നു എന്ന് പറയുമ്പം ആ സൂപ്പർപോസിഷൻ നടക്കും അതൊരു വേവ് ആണെങ്കിൽ. അപ്പം ലൈറ്റ് ഒരു വേവ് ആണ് എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന്. സ്വാഭാവികമായിട്ടും ഈ ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിന സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ് വെൻ ലൈറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ വേവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാം. അപ്പോൾ ലൈറ്റ് ഇൻ്റർഫിയർ ചെയ്യണമെങ്കിൽ, ഇപ്പം ഒരു വേവ് മറ്റൊരു വേവുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യണമെങ്കിൽ നിർബന്ധമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, അതിന് എന്താണ്, ഫ്രീക്വൻസി എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ വൈബ്രേഷൻസിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ വെൻ ടു ലൈറ്റ് വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി വിത്ത് സീറോ ഇനീഷ്യൽ ഫേസ് ഡിഫറൻസ് ഓർ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് സൂപ്പർ ഇമ്പോസ് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഇൻ ദ റീജിയൻ, ഓക്കെ, ഈ ഡിഫറെൻറ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ രണ്ട് ടൈപ്പ് ഇൻ്റർഫറൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്, മറ്റൊന്ന് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. ഈ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പം ഒരു വേവിൻ്റെ നമുക്ക് വളരെ ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് നമുക്കിങ്ങനെ പറയാം, ഒരു വേവിൻ്റെ ക്രസ്റ്റ് മറ്റൊരു വേവിൻ്റെ ക്രസ്റ്റുമായിട്ട് സൂപ്പർപോസ് ചെയ്യുന്നിടത്താണ് കൺസ്ട്രക്ഷൻ നടക്കുന്നതെങ്കിൽ, ഒരു വേവിൻ്റെ ക്രസ്റ്റ് മറ്റൊരു വേവിൻ്റെ ട്രഫിനോടാണ് സൂപ്പർപോഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ട്രക്ഷൻ എന്നും നമ്മൾ പറയും. അപ്പം ഈ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവാനുള്ള സൗകര്യത്തിനാണ് നമ്മളൊരു വേവ്, രണ്ട് വേവുകളുടെ കണ്ടീഷനിൽ ആംപ്ലിറ്റ്യൂഡ് ഓൾമോസ്റ്റ് നമ്മൾ സെയിം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഈസ് ഗ്രേറ്റർ. അതുപോലെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ റിസൾട്ട് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും, ലെസർ ആയിരിക്കും. ഇത് നമുക്ക് എന്താണ് ഈ കാണുന്നതിൽ നോ വയലേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഈ വേവുകൾ സൂപ്പർപോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു വേവ് മറ്റൊരു വേവ് സൂപ്പർപോസ് ചെയ്യുന്നിടത്ത് ആ വേവുകളുടേതായിട്ട് പ്രോപ്പർട്ടീസിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ നമ്മൾ പറയുന്ന ആ വേവുകൾ സൂപ്പർപോസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഇനി ഒരു സൂപ്പർ പൊസിഷൻ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരേ ഫ്രീക്വൻസിയിലുള്ള എന്ത് വേണം, നമുക്ക് രണ്ട് വേവുകളെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ രണ്ട് സോഴ്സുകളിൽ നിന്നുമുള്ള വേവുകൾ ഒരിക്കലും സെയിം ഫ്രീക്വൻസി ആവാൻ സാധ്യതയില്ല. നൈബറിങ് ഫ്രീക്വൻസീസ് വേണേ ആകാം. അതുകൊണ്ട് തന്നെ ഒരു സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് വേവുകളെ ജനറേറ്റ് ചെയ്യലാണ് നമ്മുടെ കൺസെപ്റ്റ്. അതുകൊണ്ട് കൊഹറന്റ് സോഴ്സ് എന്ന് പറയുമ്പം രണ്ട് സോഴ്സുകൾ കൊഹറന്റ് ആവുകയാണെങ്കിൽ ഇഫ് ദേ എമിറ്റ് ലൈറ്റ് വേവ്സ് ഓഫ് സെയിം വേവ് ലെങ്ത് ആൻഡ് സ്റ്റാർട്ട് വിത്ത് സെയിം ഫേസ് ആയിരിക്കും. അതുപോലെ ഇൻകൊഹറന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ ടു ഇൻഡിപെൻഡന്റ് മോണോക്രോമാറ്റിക് സോഴ്സ് എമിറ്റ് വേവ്സ് ഓഫ് സെയിം വേവ് ലെങ്ത്, ഓക്കെ, ബട്ട് നോട്ട് വിത്ത് ദ വേവ്സ് ആർ നോട്ട് ഇൻ ഫേസ്, സോ ദേ ആർ ഇൻകൊഹറന്റ് എന്നാണ്. അതുകൊണ്ട്
വേവിൻ്റെ നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കൊഹറൻറ്റ് സോഴ്സസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് എടുക്കുന്നത്. അവിടെ നമുക്ക് സെയിം വേവ് ലെങ്ത്തിലുള്ള സെയിം ഫേസിലുള്ള രണ്ട് വേവ്സിനെയാണ് നമുക്ക് ആവശ്യം. ആ രണ്ട് വേവ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് വഴികൾ നമ്മൾ നോക്കുന്നുണ്ട്. അതിലൊരു വഴിയാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ സോഴ്സിനെ 2 സ്ലിറ്റിലൂടെ കടത്തിവിട്ട് 2 സോഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. മറ്റൊന്ന് ലോയിഡ് മിറർ ആണ്, മറ്റൊന്ന് ഫ്രെനൽ ബൈപ്രിസമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് മതി നമുക്ക് ഈ കാര്യങ്ങൾ പറയാൻ. എല്ലാത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും ഈ ടേംസും ഈ വേർഡ്സും എല്ലാം എന്തിനാണ് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞതിൽ ഉദ്ദേശം. അതിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് വളരെ നമ്മൾ മനോഹരമായിട്ട് നമുക്കിവിടെ പറയാനുണ്ട്. അപ്പം അത് നമുക്ക് അന്നേരം നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, കൊഹറൻറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്, 2 സോഴ്സുകളാണ്. അതിൻ്റെ വേവ് ലെങ്ത് സെയിം ആയിരിക്കണം, സെയിം ഫേസ് ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം എന്നൊക്കെ പറയുമ്പം ഇൻ്റർഫിയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം അവിടെ ഫ്രീക്വൻസിയാണ് എന്താ വേണ്ടത്, സെയിം ആയിട്ട് വരേണ്ടത്. അപ്പം ഫ്രീക്വൻസി സെയിം ആകുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സിംഗിൾ സോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ സോഴ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് 2 സോഴ്സുകളെ നമുക്ക് ഇവിടെ ഒരു കൊഹറൻറ്റ് സോഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. അവിടുത്തെ കണ്ടീഷൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ ചെയ്യുന്നതായിരിക്കണം ഒന്ന്. ഇനി ഒരു സസ്റ്റെയിൻ ഇൻ്റർഫറൻസ് കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, 2 സോഴ്സസ് ഷുഡ് ബി കൊഹറൻറ്റ്. ഓക്കെ, അതായത് ദേ ഷുഡ് വൈബ്രേറ്റ് ഇൻ സെയിം ഫേസ് ഓർ ദേ ഷുഡ് ബി എ കോൺസ്റ്റന്റ് ഫേസ് ബിറ്റ്വീൻ ദം. അതുപോലെ തന്നെ 2 സോഴ്സസ് മസ്റ്റ് കണ്ടിന്യൂസ്ലി എമിറ്റ് വേവ്സ് ഓഫ് സെയിം വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. മൂന്നാമത്തത്, സെപ്പറേഷൻ ബിറ്റ്വീൻ 2 സോഴ്സസ് ഷുഡ് ബി വെരി സ്മോൾ. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ഫ്രം ദ 2 സോഴ്സസ് ഷുഡ് ബി സ്മോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒരു സസ്റ്റെയിൻ ഇൻ്റർഫറൻസ് കിട്ടണേ. അപ്പോൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നോക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ആ ഇൻ്റർഫറൻസ് പാറ്റേൺ അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ലൈറ്റിൻ്റെ ലൈറ്റ് ഒരു വേവും കൂടിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻ്റർഫറൻസിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പം നമുക്ക് ഒരു സിംഗിൾ സോഴ്സിൽ നിന്നുണ്ടാകുന്ന ഈ ലൈറ്റിനെ 2 സോഴ്സുകളിൽ നിന്നും നമ്മൾ ഇങ്ങനെ മാറ്റിയെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഹറൻറ്റ് സോഴ്സ് എന്ന രീതിയിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ വേവുകൾ ഈ കാണുന്ന പോയിന്റുകളിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു വേവ് ഇങ്ങനെ പോയി. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ നിന്നൊരു വേവ് പോയി. ഈ 2 വേവുകൾ എന്ത് ചെയ്യുന്നു, അവിടെ സൂപ്പർപോസ് ചെയ്യുന്നു. അപ്പോൾ സൂപ്പർപോസ് ചെയ്യുന്നിടത്ത് നമുക്കറിയാം അവിടെ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രസ്റ്റിനോടും ട്രഫിനോടും ട്രഫിനോടും ഒക്കെ സൂപ്പർപോസ് ചെയ്യുന്നു നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ക്രസ്റ്റിനോട് നമ്മൾ സൂപ്പർപോസ് ചെയ്യുന്നതാണ് ആ പോയിന്റ് എങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. ഇനി അല്ല, ട്രഫിനോടാണ് സൂപ്പർപോസ് ചെയ്യുന്നത്, അവിടെ നടന്നിട്ടുണ്ടാവുക ഡിസ്ട്രക്ഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് പാറ്റേൺ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ മാക്സിമ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനും മിനിമ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഈ മാക്സിമ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മിനിമ എന്ന് പറഞ്ഞാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഒരു JE ലെവലിൽ നമുക്ക് എന്താണ് ഇവിടെ മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ ഒരു ഇൻറ്റൻസിറ്റി മാക്സിമയുടെ കണ്ടീഷൻ, ഇൻറ്റൻസിറ്റി മിനിമയുടെ കണ്ടീഷൻ, ആംപ്ലിറ്റ്യൂഡിൻ്റെ കണ്ടീഷൻ, അതുപോലെ തന്നെ ഫ്രിഞ്ച് വിഡ്ത്ത്, അതുപോലെ തന്നെ പാത്ത് ഡിഫറൻസ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്, ഒബ്ജക്റ്റീവായിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പം അതിലേക്കൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇൻ്റർഫറൻസ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു നമുക്ക് സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് സമ്മേഷൻ ഓഫ് 2 ഹാർമോണിക് ടേംസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ y is equal to A1 സൈൻ ഒമേഗ ടി എന്നെടുത്തു y1. അതുപോലെ y2 is equal to A2 സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പം y is equal to 3 ആയിരിക്കും, y1 പ്ലസ് y2 ആയിരിക്കും സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, y1 പ്ലസ് y2. വെൻ യു ആഡ് your resultant will be something like this. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റിസൾട്ടൻ്റ് നമുക്ക് ഇങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും.
ആ കൺക്ലൂഷനിൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് A is equal to root of A1 square plus A2 square 2A1 A2 cos phi ആണ്. About these things you have learned in class 11. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് റൂട്ട് ഓഫ് എന്താണ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos phi ആണ്. ഇവിടെ cos phi എന്ന് പറഞ്ഞിരിക്കുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീറൈറ്റ് ചെയ്യാം. A സ്ക്വയർ ഇസ് ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos phi എന്ന് പറയുന്നതാണ് നമ്മുടെ റിസൾട്ടൻ്റ്. ഇനി നമുക്ക് അറിയാം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ആയതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. I is equal to I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 ഇൻറ്റു I2 cos phi എന്ന് എഴുതി വയ്ക്കാം. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഇൻറ്റൻസിറ്റി മാക്സിമ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷനകത്തിന് നമുക്ക് നോക്കാം. ഐ മാക്സ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ ഐ മാക്സ് ആവണമെങ്കിൽ നമുക്കറിയാം ഈ കാണുന്ന ഫൈ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്ക് 0 എന്ന് കൊടുത്താൽ cos 0 is 1 ആണ്. സോ വാട്ട് വി ഗെറ്റ് ഹിയർ മീൻസ് ഐ മാക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഐ മാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസ് പൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഐ മിനിമ എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് I2 സ്ക്വയർ എന്ന് കൊടുത്തേക്കാം. ദിസ് ഇസ് മിനിമം ഇൻറ്റൻസിറ്റി ആൻഡ് ദ മാക്സിമം ഇൻറ്റൻസിറ്റി. ഇത് ഓൾ ദീസ് ആർ ഫ്രം യുവർ വേ മോഷൻ വിച്ച് ഐ ഹാവ് ഓൾറെഡി ലേൺ ഇൻ class 11. So that I am just in directing you. These are the equations. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജുകളിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇൻറ്റൻസിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ ലാസ്റ്റ് ഇയർ JEE ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതിന് മുന്നത്തെ വർഷം JEE ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റൻസിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കാണുക. അപ്പം അതിൽ 2 കണ്ടീഷൻസ് ആണ് നമ്മളുള്ളത്. ഐ മാക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ഐ മിനിമ എന്ന കണ്ടീഷനുമാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പം വേവുകൾ സൂപ്പർപോസ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്ന സമയത്ത് ഫോർ എക്സാമ്പിളിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു കൺസെപ്റ്റ് എടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ്. ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ 2 സോഴ്സുകളിൽ നിന്നുള്ള വേവുകളുടെ ഇവിടെ ഒരു വേവിൻ്റെ ക്രസ്റ്റ് മറ്റൊരു വേവിൻ്റെ ട്രഫിനോട് സൂപ്പർപോസ് ചെയ്യുമ്പം അവിടെ ഫോം ചെയ്യുന്നത് ഒരു ഡാർക്ക് ബാൻഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതേ 2 വേവുകളുടെ ക്രസ്റ്റുകൾ സൂപ്പർപോസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കൺസ്ട്രക്ഷനുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യൂഷ്വലി നമുക്കൊരു ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്കൽ സൈഡും ഇത് തന്നെയാണ്. ഇപ്പം ഇവിടെ നമുക്ക് ഫേസ് ഡിഫറൻസ് 0 ആയിട്ടുള്ള 2 വേവുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ദ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന സ്ക്രീൻ എടുത്തിട്ട് ഒരു സ്ക്രീൻ എടുത്തു. ഈ സ്ക്രീനിൽ നിന്ന് നമുക്ക് ഇവിടെ 2 സോഴ്സുകൾ അസ്യൂം ചെയ്യാം. ഈ സോഴ്സുകൾ അസ്യൂം ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ കാണുന്ന ഒരു സോഴ്സിൽ നിന്നും, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സോഴ്സ് എങ്കിൽ ഈ സോഴ്സിൽ നിന്നും ഇത് മറ്റൊരു സോഴ്സാണ്, S1 ആണ്, S2 ആണെന്ന് കരുതുക. ഇതിൻ്റെ എക്സാക്ട്ലി മിഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞ് ഇവിടുന്ന് ഒരു വേവ് ഇവിടേക്ക് എത്തി, അതുപോലെ ഇവിടുന്ന് ഒരു വേവ് ഇവിടേക്ക് എത്തി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ സോഴ്സുകളും ഈ കാണുന്ന പോയിന്റുകൾക്കിടയിലും നിങ്ങൾ കാണുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന പോയിന്റിൽ നിന്ന് സെയിം ആയിട്ട് നിൽക്കുമ്പം ഇവിടെ ഈ കാണുന്ന വേവുകളുടെ പാത്ത് ഡിഫറൻസ് ഓൾമോസ്റ്റ് നമുക്ക് എന്തായിരിക്കും 0 ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചേഞ്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മോസ്റ്റ് പ്രോബബ്ലി അതൊരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെല്ലാം ഈ കാര്യം കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണോ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ പറഞ്ഞിട്ടായിരിക്കും. ഫേസ് വാല്യൂ 0 ആയിരിക്കുന്ന സമയങ്ങളിലെല്ലാം മാക്സിമം ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ഫേസ് വാല്യൂ പൈ ആയിരിക്കുന്നിടത്തൊക്കെ എന്താണ് മിനിമം ഇൻറ്റൻസിറ്റിയും ആയിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് നന്നായിരിക്കും. ആ വേവുകളുടെ കാര്യങ്ങൾ പറയുന്ന സമയത്തെല്ലാം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെയും കൂടെ പരിഗണിക്കണം. ഇവൻ്റ് ദ ഇറ്റ് ഈസ് വേവ് അപ് ടു സംതിങ്. ഇനിയിപ്പോൾ നമുക്ക് ഈ കൺസെപ്റ്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട മറ്റൊരു ടേമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിനകത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ ഇൻറ്റൻസിറ്റിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ ഇൻറ്റൻസിറ്റി ഫോർമുല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ 2 വേവുകളെ സംബന്ധിച്ച് ആംപ്ലിറ്റ്യൂഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഈ രീതിയിലേക്ക് എഴുതാം. I is equal to 4A square cos phi by 2.
അങ്ങനെയെങ്കിൽ ഇവിടെ ഫൈയുടെ വാല്യൂ 2n പൈ എന്നാണെങ്കിൽ, വേർ n is equal to 0, 1, 2, 3 ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വിളിക്കാം. അതുപോലെ തന്നെ പൈയുടെ വാല്യൂ 2n+1 ഇൻറ്റു പൈ ആണെങ്കിൽ അവിടെ എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3 കൊടുത്താൽ അത് എന്ത് ഇൻ്റർഫറൻസും ആയിരിക്കും? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ആയിരിക്കും. അപ്പം ഫൈയുടെ വാല്യൂ 2n പൈ എന്ന ഓർഡറിലെടുത്ത് എന്നിന് 0 മുതൽ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൺസ്ട്രക്ഷനും, അതുപോലെ തന്നെ ഫൈയുടെ വാല്യൂ നമുക്ക് 2n+1 ഇൻറ്റു പൈ എന്ന് എടുക്കുന്ന സമയത്ത് വൺസ് അഗെയിൻ എന്നിന് 0, 2, 1, 2, 3 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന എൻട്രൻസിലെ ജെയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സം ഓഫ് ദ ഐഡിയാസ് ആക്കി മാത്രം ഇതിനെ മാറ്റുക. നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ബേസിക് റെഫറൻസ് ആയിട്ടുള്ള ലാസ്റ്റ് ഇയർ വേവ് മോഷൻ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് യങ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വേവ് തിയറി, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ വേവ് ഒപ്റ്റിക്സിൻ്റെതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഭാഗം ഇത് മാത്രമാണ്, യങ്സ് എക്സ്പെരിമെൻ്റ് ആണ്. കാരണം ഹൈഗൻസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ലൈറ്റ് ഒരു വേവ് ആണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നടത്തുന്ന ഒരു കൺസെപ്റ്റാണ്, അത് നമ്മൾ നടത്തുന്ന എക്സ്പെരിമെൻ്റ് ആണ് യങ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ എക്സ്പെരിമെൻറ്റിനകത്ത് നമ്മൾ ഇതേപോലെ 2 സോഴ്സുകളെ കൺസിഡർ ചെയ്തു. ആ സോഴ്സുകളിൽ നിന്നും വേവുകൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പോയിന്റിലെത്തി. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന പോയിന്റ് ഒരു ബ്രൈറ്റ് പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡാർക്ക് പോയിന്റ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ഒരു ബ്രൈറ്റ് പോയിന്റ് ഈ കാണുന്ന റെഫറൻസ് പോയിന്റിൽ നിന്നും എത്ര അകലെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ we will do the derivation related to Young's experiment. That experiment will help you to say what kind of how to determine the concept for the constructive interference and the destructive interference in terms of the wavelength of the wave that have used in the case എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. So before that, let us try a few questions here. One of the question is given below are 2 statements. One is labeled as assertion A and the other is labeled as reason. Assertion: the phase difference of 2 light waves change if they travel through different media having same thickness but different indices of refraction. അതായത് the phase difference എന്ന് പറഞ്ഞിരിക്കുന്നത് of 2 light waves change if they travel through different media having same thickness but different indices of refraction എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഫേസ് ഡിഫറൻസ് എന്ന് ഡെൽറ്റ ഫൈ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് 2π/λ ഇൻറ്റു എന്താണ് ഡെൽറ്റ എക്സ് ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ കാണിച്ചിരിക്കുന്ന കൺസെപ്റ്റിനകത്ത് വ്യത്യസ്ത മീഡിയയിലൂടെ സാധിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എക്സെപ്റ്റ് ഫ്രീക്വൻസി വെലോസിറ്റി വിൽ ചേഞ്ച് ആസ് വെൽ ആസ് ദ വേവ് ലെങ്ത് വിൽ ഓൾസോ ചേഞ്ച്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ഫേസ് ഡിഫറൻസ്. അതുകൊണ്ട് നമുക്ക് അസേർഷൻ നമുക്ക് എന്താക്കാൻ ട്രൂ ആക്കി വെക്കാം. ഇനി the wavelength of the waves are different in different medium. Of course, that also we have mentioned. Frequency constant ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന്റെ വേവ് ലെങ്ത് എന്തായിക്കൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഓൾസോ കറക്റ്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാൻ പറ്റും. വി കൻ സേ ദാറ്റ് both the assertion and reason are true and the reason is the correct explanation of എന്താണ് assertion ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. Now the next question is 2 light beams of intensities 4i and 9i interfere on a screen. The phase difference between these beams on the screen at a point A is 0 and at a point B is pi. The difference of resultant intensities at point A and B ആണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലൈറ്റ് ബീംസ് ഓഫ് ഇൻറ്റൻസിറ്റീസ് തന്നിട്ടുണ്ട്. 4i 9i തന്നിട്ടുണ്ട്. ദേ ആർ ഇന്റർഫിയർ ഓൺ എ സ്ക്രീൻ. അപ്പം അങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്ന സമയത്ത് അറ്റ് പോയിന്റ് എ ദ ഫേസ് ഡിഫറൻസ് എന്താണ്? 0 എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഫേസ് ഡിഫറൻസ് 0 എന്ന് പറയുന്നത് ഏത് കണ്ടീഷനാണ്? കണ്ടീഷൻ ഫോർ ദി മാക്സിമം ആയിരിക്കും. ഫേസ് ഡിഫറൻസ് പൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ദി മിനിമം ആയിരിക്കും. അപ്പം കണ്ടീഷൻ ഫോർ ദി മാക്സിമ എന്ന് പറഞ്ഞിരിക്കുന്നത് ഐ മാക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? ഈ കാണുന്ന പോലെ √i1 പ്ലസ് √i2 ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ കൊടുത്തേക്കാം.
അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഐ മിനിമ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കണ്ടീഷൻ ഐ മിനിമ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് എന്താണ് I2 ഹോൾ സ്ക്വയർ ആണ് ഐ മിനിമ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ യു ആർ സപ്പോസ് ടു മെഷർ ദ ഡിഫറൻസ് ഇൻ റിസൾട്ട് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിന്റ് എ ആൻഡ് ബി ആണ്. അപ്പോൾ എ ബിയിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ യു ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഹിയർ. ഇറ്റ് ഈസ് എന്താണ് I1 ഈസ് നമുക്ക് എന്ത് ചെയ്യാം 4i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പ്ലസ് റൂട്ട് ഓഫ് എന്താണ് 9i എന്ന് നമുക്ക് എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന 4i പ്ലസ് 9√9i ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ഓൾ ടുഗദർ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം ഈ പറയുന്ന പോലെ 25i എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ദ ആൻസർ. അതുപോലെ തന്നെ ഐ മിനിമ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ്. ഇറ്റ് ഇസ് റൂട്ട് ഓഫ് എന്താണ് 4i മൈനസ് റൂട്ട് ഓഫ് എന്താണ് 9i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചേക്കാം. സോ യുവർ ആൻസർ വിൽ ബി ഐ എന്ന് കൊടുത്തേക്കാം. ഇപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിഫറൻസ് ഇൻ ദ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റീസ് അറ്റ് പോയിന്റ് എ ആൻഡ് ബി ആണ്. ദെർഫോർ ഐ മാക്സ് ഡിഫറൻസ് ആയതുകൊണ്ട് ഐ മാക്സ് മൈനസ് ഐ മിനിമ ഇസ് ഈക്വൽ ടു 25i മൈനസ് നമുക്ക് എന്ത് കൊടുക്കാം ഐ എന്ന് കൊടുക്കാം. സോ യുവർ ആൻസർ ഈസ് 24i എന്ന് കൊടുക്കാൻ പറ്റും. സോ യുവർ ആൻസർ വിൽ ബി 24i എന്ന് കിട്ടും. സോ ഇറ്റ്സ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ ഹിയർ ദ ചൈൽഡ് ഹാസ് ടു നോ ദാറ്റ്. അപ്പോൾ നമ്മളിവിടെ ഫേസ് ഡിഫറൻസ് 0 phase difference between these beams on the screen at point A is 0 എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഐ മാക്സ് ആണ്. അത് പൈ എന്ന് പറയുമ്പോൾ ഐ മിനിമ ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്താണ് നമ്മളിവിടെ നോക്കേണ്ടത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 3. Two beams of light having intensities I and 4i interfere to produce fringe pattern on a screen. The phase difference between the two beams are pi/2 and pi/3 at points A and B respectively. The difference between the resultant intensities at the 2 points is xi. The value of x will be എന്നുള്ളതാണ്. This is 222 JEE question ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് xi, the resultant intensities of the 2 points ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഫേസ് ഡിഫറൻസ് pi/2 എന്ന് പറയുന്നത്. സെക്കൻഡ് കേസിൽ നമുക്ക് pi/3 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ കാണിച്ചിരിക്കുന്ന രണ്ട് കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ഫോർ ദ ഫസ്റ്റ് കേസ് നമുക്ക് എന്ത് ചെയ്യാം പോയിന്റ് എ ആൻഡ് ബി ആണ്. സോ ലെറ്റ് us റൈറ്റ് ഐ എ ഇസ് ഈക്വൽ ടു നമുക്കിതിനെ ഒന്ന് റീറൈറ്റ് ചെയ്തേക്കാം. നമ്മുടെ ഒരു ഇൻറ്റൻസിറ്റി ഐ പ്ലസ് 4i പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് ഐ ഇൻറ്റു 4i ഇൻറ്റു കോസ് എന്താണ് pi/2 ആണ്. ആൻഡ് യു നോ ദാറ്റ് കോസ് pi/2 എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആയതുകൊണ്ട് തന്നെ യു ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ ദ സ്റ്റെപ്സ്, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് 5i ഈസ് ഇനഫ്. സോ യു നോ ഇറ്റ് ഇസ് വെരി വെൽ ദിസ് വിൽ ബി 0 കാരണം കോസ് 90 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റ്സ് മാർക്ക് ദ ഐ ബി. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 4i plus 2 into root of I into 4i into the phase difference here mentioned is cos pi/3 എന്ന് കൊടുത്തേക്കാം. cos pi/3 means cos 6, that is equal to 1/2, and here you will find I plus 4i plus എന്താണ് 2i is okay 4i into 1/2. So you will get the answer as 7i എന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും. So 7i is your answer. And now the question is the difference in the intensities between these two ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഐ ബി മൈനസ് ഐ എ ഇസ് ഈക്വൽ ടു 7i മൈനസ് 5i is equal to 2i. So since your question is what is the value of x, so the xi is equal to 2i ആണെങ്കിൽ x equal to നമുക്ക് കൊടുത്തേക്കാം 2 എന്ന് കൊടുത്തേക്കാം. So this is the answer to the question number 3 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ. So it is 2022 question ആണ്. അതുപോലെ the previous one is 2022 question തന്നെയാണ്. അതുകൊണ്ട് the first question is from 2023 April ആണ്. സെക്കൻഡ് ഫേസ് ആണ്. നിങ്ങൾക്ക് അവിടെ ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. And now this is one of the question that is asked for 2022 as well as from 2023. Two coherent sources of light interfere. The intensity ratio of two sources is 1:4. For this interference pattern, if the value of I max plus I minima divided by I max minus I minima is equal to alpha plus 1 divided by beta plus 3, then the value of alpha by beta ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾക്ക് അറിയാം I max എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് റൂട്ട് ഓഫ്
root of I1 plus root of I2 ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കാണിച്ചിരിക്കുന്ന ഐ മിനിമ എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമുക്കിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ദി ഇൻറ്റൻസിറ്റി റേഷ്യോ ഓഫ് ദ ടു സോഴ്സസ് ആർ 1:4 എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് I1/I2 എന്ന് പറഞ്ഞിരിക്കുന്നത് 1/4 ആണെങ്കിൽ I2 is equal to നമുക്ക് എത്ര കൊടുക്കാം 4I1 എന്ന് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഇഫ് സപ്പോസ് യു ആർ അസ്യൂമിങ് സോ I2 is equal to 4I1 എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുവാണെങ്കിൽ 2√I1 പ്ലസ് നമുക്ക് എന്താണ് √I1 നമുക്ക് 3√I1 is equal to 9I1 എന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ആൻസർ ഈസ് 9I1 ആണ് ഐ മാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഐ മിനിമ എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ റൂട്ട് ഓഫ് എന്താണ് I1 minus I2 whole square ആണ്. ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ആസ് ദ സെയിം വാല്യൂ യു വിൽ ഫൈൻഡ് ഹിയർ ദിസ് ആസ് I1 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇഫ് യു ആർ യൂസിങ് ദിസ് വാല്യൂ. സോ ഇറ്റ് ഇസ് ബെറ്റർ ടു യൂസ് സം കൈൻഡ് ഓഫ് ഷോർട്ട് കട്ട്സ് ലൈക്ക് ദിസ് ടു വൈൽ സോൾവിങ് ദിസ് ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് I max plus I minima divided by I max minus I minima ratio ആണ്. സോ ലെറ്റ് us write I max plus I minima divided by I max minus I minima is equal to I max എന്ന് പറയുമ്പോൾ 9I1 plus I1 divided by 9I1 minus നമുക്ക് എന്ത് കൊടുക്കാം I1 this is equal to 10/8 എന്ന് കൊടുക്കാം and this is equal to 5/4 എന്ന് കൊടുത്തേക്കാം. Okay, and now see what they have mentioned. This 5/4 is equal to 2 alpha plus 1 by beta plus 3 എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 ആൽഫ പ്ലസ് 1 എന്ന് പറഞ്ഞിരിക്കുന്നത് 5 ആണെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം 2 എന്ന് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ബീറ്റ പ്ലസ് 3 ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ ബീറ്റ ഇസ് ഈക്വൽ ടു 1 എന്നും കൊടുത്തേക്കാം. സോ ദാറ്റ് ആൽഫ ബൈ ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ ആൽഫ ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കൊടുത്തേക്കാം 2/1 എന്ന് കൊടുത്തേക്കാം. സോ ദിസ് വിൽ ബി ദ ആൻസർ ടു ദ ഗിവൻ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദിസ് വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ that is for 2023 as well as from 2022. Now the question is, two light beams having intensities I and 9I interfere to produce fringe pattern on a screen. The phase difference between the beam is pi/2 at point P and pi at point Q. Then the difference between the resultant intensities at P and Q. So it is also the same year you will find 2022 ആണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം തൊട്ട് മുമ്പേ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫേസ് വാല്യൂ പറഞ്ഞിരിക്കുന്നത് pi/2 ആണ്, മറ്റൊരു ഫേസ് വാല്യൂ പറഞ്ഞിരിക്കുന്നത് പൈ ആണ്. അപ്പം ഈ pi/2 കേസ് നമുക്ക് എന്താണ് നമുക്കിങ്ങനെ എഴുതാം, ഈ ഐ പി ഇസ് ഈക്വൽ ടു I plus 9I plus 2√I into 9I cos pi/2. Since you people are aware about these things, you can avoid these conditions. So you can directly write the answer 10I എന്ന് നിങ്ങൾക്ക് നേരെ എഴുതാവുന്നതേ ഉള്ളൂ. ഞാൻ അത് എഴുതി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ, because usually you are familiar with these things. And now what about the IQ എന്ന് പറഞ്ഞിരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ I പ്ലസ് നമുക്ക് എന്ത് കൊടുക്കാം റൂട്ട് ഓഫ് എന്താണ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കാണുന്ന വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ I പ്ലസ് 9I പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം 2 ഇൻറ്റു റൂട്ട് ഓഫ് I ഇൻറ്റു 9I ഇൻറ്റു -1 എന്ന് കൊടുക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് കോസ് പൈ ആണ് വരുന്നത്, അപ്പോൾ അത് -1 ആയിരിക്കും. സോ ദാറ്റ് 10I minus 2 ഇൻറ്റു 10I minus 2 into 3 6I minus 6I എന്ന് കിട്ടും. സോ ഇറ്റ് ഇസ് 9 6I എന്ന് കിട്ടും. സോ അവർ കണ്ടീഷൻ വിൽ ബി എത്രയാണ് 4I എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഐക്ക്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിസൾട്ടന്റ് ഇൻറ്റൻസിറ്റീസ് ആണ്. സോ ദാറ്റ് IP minus IQ is equal to 10I minus 4I that is equal to നമുക്ക് എന്ത് കൊടുത്തേക്കാം 6I എന്ന് കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ഇവിടെ ഇപ്പം നമ്മൾക്കിപ്പം ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തപ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവർ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിയറിറ്റിക്കൽ സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് യൂഷ്വലി നമ്മൾ വേവ് മോഷൻ എന്ന ചാപ്റ്ററിനകത്ത് ലാസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്നത് തന്നെയാണ്. അപ്പം നമുക്ക് ആ വേവ് മോഷനും ഈ വേവ് ഒപ്റ്റിക്സും കൂടെ മെർജ് ചെയ്തുകൊണ്ടൊരു സിംഗിൾ കോൺസെപ്റ്റ് ആക്കി മാറ്റിയാൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ സാധിക്കും. സി വൺസ് അഗെയിൻ സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് ലുക്ക് അറ്റ് ദ ഇയർ മെൻഷൻ ഹിയർ 2022 തന്നെയാണ്. ഇന്റർഫറൻസ് പാറ്റേൺ ഒബ്റ്റെയിൻഡ് വിത്ത് 2 coherent light sources of intensity 4:1 and the ratio of I max plus I minima divided by I max minus I minima is 5/x. The value of x will be എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ I max എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനും I minima എന്ന് പറഞ്ഞ കണ്ടീഷനും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റേഷ്യോ എടുത്തേക്കാം. I max എന്ന് പറയുമ്പം ഇവിടെ തന്നിരിക്കുന്നത് കൊഹറൻറ്റ് സോഴ്സിൽ ഇൻറ്റൻസിറ്റി 4:1 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ I max എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം റൂട്ട് ഓഫ് എന്താണ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 whole square ആണ്. ഇറ്റ്സ് അഗെയിൻ ഇറ്റ്സ് റിപ്പീറ്റേഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് I minima എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എന്താണ് I1 മൈനസ് I2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് I max പ്ലസ് I minima, ഓക്കെ, I max പ്ലസ് I minima ഡിവൈഡ് ബൈ I max മൈനസ് I minima. അപ്പോൾ I max എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ കാണുന്ന കൺസെപ്റ്റിൽ 4:1 ആണ് നമ്മുടെ കൺസെപ്റ്റ് ഇൻറ്റൻസിറ്റി റേഷ്യോ. സോ ലെറ്റസ് I max വിൽ ബി നമുക്ക് എന്ത് കൊടുത്തേക്കാം, 9 എന്ന് കൊടുത്തേക്കാം. I minima എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൊടുത്താൽ അതിനെ 1 എന്ന് കൊടുത്തേക്കാം. അപ്പം I max is 9, I minima is 1 ആണ്. ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂസ് യു ക്യാൻ directly do it from there. Now the conceptual case is they were asking you I max plus I minima. I max plus I minima divided by I max minus എന്താണ് I minima. You must be aware now 9 plus 1 divided by 9 minus 1. So your condition 10/8. So this will be 5/4 എന്ന നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 5/x എന്ന് പറയുന്നുണ്ട്. അപ്പം 5/4 ഇസ് ഈക്വൽ ടു 5/x ആണെങ്കിൽ x ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് ഇന്ന് കിട്ടും. അപ്പം ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നുണ്ട്. സോ യു പീപ്പിൾ ഹാവ് ടു ബോദർ കൺസിഡർ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 7. Two light beams of intensities in the ratio 9:4 are allowed to interfere. The ratio of intensity maxima and minima. See, this is also 2022 question ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സെയിം കേസ് തന്നെയാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്കതിൻ്റെ വാല്യൂ ഇപ്പം 9:4 എന്ന് പറയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ട് I max ബൈ I minima ചോദിച്ചുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് 9:4 എന്ന് പറയുമ്പം 9ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും, 4ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആയിരിക്കും. അപ്പോൾ 3 + 2 എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ എന്ന് പറയുന്ന സമയം നമുക്ക് അത് 25 എന്ന് കിട്ടും. മിനിമ എന്ന് പറയുമ്പോൾ 3 - 2 ആയിരിക്കും, 1 ആയിരിക്കും, 1 സ്ക്വയർ 1. അപ്പോൾ 25/1 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. ഇനി വേണ്ടവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. I max divided by I minima is equal to നമുക്ക് എന്ത് കൊടുക്കാം, root of I1 plus root of I2 whole square divided by root of I1 minus root of I2 whole square ആണ്. If you want you can substitute, since you people are very intelligent one, you can, okay, നിങ്ങൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. സോ റൈറ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വിൽ ബി 25:1 എന്നായിരിക്കും. I1ൻ്റെ വാല്യൂ I2ൻ്റെ വാല്യൂ എല്ലാം ഇവിടെ ഇൻറ്റൻസിറ്റി റേഷ്യോ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ കാണുന്ന I1 I2 റേഷ്യോ അവർ തരുന്നു. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ root of I1 by I2 plus 1, പിന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും മാറ്റി എഴുതാം. root of I1 by I2 plus 1 whole square divided by root of I1 by I2 minus 1 whole square എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതിയിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദാറ്റ്സ് എ കൺസെപ്റ്റ് ആൻഡ് ആൻസർ ഈസ് 25:1 ആയിരിക്കും. ഓക്കെ, നൗ ദിസ് ഈസ് ദ 2021 ക്വസ്റ്റ്യൻ ആണ്. ദ ലൈറ്റ് വേവ്സ് ഓഫ് two coherent sources have same intensity. I1 is equal to I2 is equal to I0. In interference pattern, the intensity of light
at minima is 0. What will be the intensity of light at maximum? അപ്പം മാക്സിമയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഐ മാക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ഹോൾ സ്ക്വയർ ആണ്. Since you know that I1 is equal to I2 is equal to I1 is equal to I2 which is equal to I0 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണിച്ചിരിക്കുന്ന ആൻസറിന് 2 റൂട്ട് I0 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണ് ഇത് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 4I0 എന്ന് കിട്ടും. ലുക്ക് അറ്റ് ദ ഇയർ വാട്ട് ദി ആസ്ക്ഡ് 2021 ക്വസ്റ്റ്യൻ ആണ്. സോ യുവർ റൈറ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വിൽ ബി 4I0 എന്ന് കിട്ടും. And now question number 9. The coherent light sources having intensity in the ratio 2x is to 1 ആയിരിക്കാം produce an interference pattern. The ratio of I max minus I minima divided by I max plus I minima. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് നല്ല പരിചയമുണ്ട്, കുറേ നേരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഓഫ് സഡൻ ഇൻ ഹറിബറി നമ്മൾ തീയും പെട്ടെന്ന് അവസാനിപ്പിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവരുടെ ഈ കൺസെപ്റ്റിനകത്തുള്ള റൂൾ എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ മേക്ക് ദെയർ ഓൺ റൂൾസ്. അപ്പോൾ ഐ മാക്സ് പ്ലസ് ഐ മിനിമ ഡിവൈഡ് ബൈ ഐ മാക്സ് മൈനസ് ഐ മിനിമ എന്ന് നമ്മൾ നേരത്തെ ചെയ്തു. ഇവിടെ നേരെ തിരിച്ചാൽ ഐ മാക്സ് മൈനസ് ഐ മിനിമ ഡിവൈഡ് ബൈ ഐ മാക്സ് പ്ലസ് ഐ മിനിമ. അതുകൊണ്ട് തിരക്ക് കൂട്ടിയിട്ട് നമുക്ക് പരിചയം ഉണ്ടാവും, നല്ല ആത്മവിശ്വാസം ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് തീർത്തേക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ചടിക്കേറി അങ്ങ് ചെയ്യും. അതുകൊണ്ട് ആ ഒരു പോർഷൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഐ മാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഐ മാക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം, റൂട്ട് ഓഫ് I1 പ്ലസ് I2 ഹോൾ സ്ക്വയർ ആണെന്ന് നമുക്ക് കൊടുക്കാം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ദ ടു കൊഹറന്റ് ലൈറ്റ് സോഴ്സ് റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഇങ്ങനെ കൊടുത്തേക്കാം, I1 ബൈ I2 ഇസ് ഈക്വൽ ടു നമുക്ക് 2x എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ 2x ബൈ 1 എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ I1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുത്തേക്കാം, ഈ കാണുന്ന വാല്യൂ വെച്ചിട്ട് നമുക്ക് I1 ഇസ് ഈക്വൽ ടു ദ റേഷ്യോ മേ ബി it is 1:2. 1:2. You can take it as ratio as 1:2x എന്ന് മാറ്റിക്കോളൂ. I think something somewhere 1:2x എന്ന് കൊടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ I1 ബൈ I2 എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 1/2x എന്ന് കൊടുത്തേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ I2 ഈസ് ഈക്വൽ ടു I1 is 1 ആണ്. I1 is equal to 1 ആണെങ്കിൽ I2 is equal to 2x I1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുത്തേക്കാം, 2x എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ I2 is 2x എന്ന് കൊടുത്തേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ I1 പ്ലസ് I2 മൈനസ് I മാക്സ് ബൈ I മിനിമ എന്നുള്ള കണ്ടീഷനാണ്. സോ ലെറ്റ് us നമുക്ക് നേരെ അങ്ങ് സോൾവ് ചെയ്തേക്കാം. നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ടൈം നമ്മൾ കളയേണ്ട കാര്യമില്ല. റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ഹോൾ സ്ക്വയർ മൈനസ് നമുക്ക് എന്ത് കൊടുക്കാം, റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് I2 ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ മൈനസ് ആണ്. നൗ ഹിയർ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് I2 സ്ക്വയർ എന്ന് കൊടുത്തേക്കാം. സോ ഇവിടെ നമ്മൾ ഈ കാണുന്ന I1 എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം നമുക്ക് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ I2നെ നമുക്ക് എന്തെടുക്കാം, റൂട്ട് ഈ കാണുന്ന പോലെ റൂട്ട് 2x എന്ന് കൊടുത്തേക്കാം. സോ ഇറ്റ് ഈസ് 1 പ്ലസ് റൂട്ട് 2x ഹോൾ സ്ക്വയർ മൈനസ് 1 മൈനസ് റൂട്ട് 2x ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. ആൻഡ് ഹിയർ ആൻഡ് ഡിനോമിനേറ്റർ വിൽ ബി 1 പ്ലസ് 2 root 2x whole square minus this will be 1 minus root 2, here it is plus 1 plus root 2x whole square എന്ന് കിട്ടും. as a final of this നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണിച്ചിരിക്കുന്നതിനകത്തുനിന്ന് 4 റൂട്ട് 2x നമുക്കിവിടെ കിട്ടും. താഴെ നമുക്ക് ഈ കാണുന്ന പോലെ 4x plus 2 എന്ന് കിട്ടും. സോ ഓൺ സോൾവിങ് ദിസ് ഇറ്റ് വിൽ ബി 2 റൂട്ട് 2x ഡിവൈഡഡ് ബൈ
2x plus 1 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. If the ratio is considered like this, so this will be the answer to the question. 2 root 2x divided by sorry, not the C, it is D option will be the right answer. See, it is also 2021 question ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്തിരിക്കുന്ന ഈ 9 ക്വസ്റ്റ്യൻസിലും നമ്മളൊരു പാറ്റേൺ നമ്മൾ ഇങ്ങനെ കണ്ടു. അപ്പം ഇൻറ്റൻസിറ്റിയുടെ പാറ്റേൺ ആണ്. ഇറ്റ്സ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ടോപ്പിക് ഓൺലി. Okay, during the next session we will include most of the part of this topic, especially Young's double slit experiment അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നെക്സ്റ്റ് ഇതിൽ നമുക്ക് ആഡ് ചെയ്തിടുന്നതായിരിക്കും. So for time being, bye bye.